വെൽക്കം ബാക്ക് ടു ലേണിനു. സോ നമ്മൾ ഇന്ന് കീം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the maximum wavelength of electromagnetic radiation which can create a whole electron pair in germanium. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് maximum wavelength of electromagnetic radiation which can create an electron hole pair. ജർമേനിയത്തില് ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട മാക്സിമം വേവ്ലെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എത്രയാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിലെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, ജർമേനിയത്തിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് 0.72 ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് നമുക്കിപ്പം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നും അതിന് നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റർ എന്താണെന്നും വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ, ഏത് ഇക്വേഷൻ വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനെ വേണം നമ്മൾ ഏതൊരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? ഇനി നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ EG വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാംഡയാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഒരു ഇക്വേഷൻ, EG is equal to HC divided by lambda, അല്ലെ? EG is equal to HC divided by lambda എന്നൊരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റും വെലോസിറ്റി ഓഫ് ലൈറ്റും അതേപോലെ തന്നെ വേവ് ലെങ്തിനെയും ഈ പറഞ്ഞ എനർജിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, ഓൾറെഡി നമുക്ക് EGയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അല്ലെ? 0.72 തന്നിട്ടുണ്ട്. പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ H is equal to 6.62 into 10 raised to minus 34 ആണ് നമുക്കറിയാം. അതേപോലെ സിയുടെ വാല്യൂ 3 into 10 raised to 8 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ലാംഡ കണ്ടുപിടിക്കാം? ലാംഡ is equal to HC by EG ചെയ്താൽ മതി. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ എച്ചിന്റെ വാല്യൂ 6.62 into 10 raised to minus 34, സിയുടെ വാല്യൂ 3 into 10 raised to 8 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ EGയുടെ വാല്യൂ അത് ഇലക്ട്രോൺ വോൾട്ടിലല്ല, അത് ജൂൾസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? 0.72 into 1.6 into 10 raised to minus 19, അത്രയും ജൂൾസ് ആണ് വരുന്നത്. അങ്ങനെ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we will get the answer as 1.7 into 10 raised to minus 6 meter എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ എപ്പോഴും നമുക്ക് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, അതിനുവേണ്ടി എന്താണ് തന്നിട്ടുള്ളത്, അതിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏത് വരണം എന്ന് നമ്മൾ ആദ്യം ആ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചില കോൺസ്റ്റന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get the answer. യൂണിറ്റ് കൺവേർഷൻസ് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് തെറ്റിക്കാതെ ചെയ്യാം. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, സെമി കണ്ടക്ടർ ഡിവൈസസ് സ്മോൾ ഇൻ സൈസ്, കൺസ്യൂം ലോ പവർ, ഓപ്പറേറ്റ് അറ്റ് ലോ വോൾട്ടേജ്, ഓൾ ഓഫ് ദീസ്. ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വരില്ല, എല്ലാം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ എന്നാലും സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന് പറയുന്നത് സ്മോൾ സൈസിൽ തന്നെയാണ്, ലോ പവർ കൺസെപ്ഷൻ കുറവാണ്, ലോ വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യും. സോ ഓൾ ഓഫ് ദീസ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. Next one, at absolute zero, Si means silicon, acts as metal, semiconductor, insulator, none of these. But silicon എന്ന് പറയുന്നത് semiconductor ആണ് നമുക്കറിയാം, അല്ലെ? സിലിക്കണും ജർമേനിയും ഒക്കെ. പക്ഷേ absolute zero-ല് സിലിക്കൺ ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം എന്താണ്? അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല കണ്ടക്ഷൻ ബാൻഡിൽ. അപ്പൊ അതുകൊണ്ട് absolute zero-ല് സിലിക്കൺ acts as an insulator. So option C is the correct answer. Next question, in good conductors of electricity, the type of bonding that exists. Good conductors of electricity യിൽ ഉണ്ടാവുന്ന ബോണ്ടിങ് എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് കോവാലന്റ് ആണോ, അയോണിക് ആണോ, മെറ്റാലിക് ബോണ്ടിങ് ആണോ? ഈ ബോണ്ടിങ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇലക്ട്രിസിറ്റിയുടെ ഗുഡ് കണ്ടക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് എപ്പോഴും മെറ്റാലിക് ബോണ്ടിങ് ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ ഒരു പ്രോബ്ലം ആണ്. ഇഫ് ദ എനർജി ഓഫ് ഫോട്ടോൺ ഓഫ് സോഡിയം ലൈറ്റ് ലാംഡ തന്നിട്ടുണ്ട്, എത്രയാന്നുള്ളത് നാനോമീറ്ററിലാണ്, ഈക്വൽസ് ദ ബാൻഡ് ഗ്യാപ്പ് ഓഫ് സെമി കണ്ടക്ടർ, ദ മിനിമം എനർജി റിക്വയർഡ് ടു ക്രിയേറ്റ് ഇലക്ട്രോൺ ഹോൾ പെയർ. നമ്മൾ ആദ്യം ചെയ്ത ആ പ്രോബ്ലത്തിന്റെ സെയിം പാറ്റേണിലുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് വേവ് ലെങ്ത് തന്നിട്ട് എനർജി റിക്വയർഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. EG is equal to HC by lambda. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ലാംഡ ആണ് തന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ഈ H into സിയുടെ വാല്യൂ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ അല്ലെങ്കിൽ അതിൽ ആ വാല്യൂ നമ്മളൊന്ന് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ആ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പൊ നമ്മൾ ഇതുപോലുള്ള എക്സാംസ് ഒക്കെ ആകുമ്പോൾ ആ വാല്യൂ ഇപ്പൊ നമ്മള് കാണാതെ പഠിച്ചു വെക്കുകയാണെങ്കിൽ എല്ലാ യൂണിറ്റുകളിലും പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആവും. അപ്പൊ ഇലക്ട്രോൺ വോൾട്ടിലെ നാനോമീറ്റർ നമുക്ക് ഇതില് HCയുടെ വാല്യൂ 1240 എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ലാംഡ എന്ന് പറയുന്നത് 5. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, എത്രയും പെട്ടെന്ന് നമ്മൾ സ്പീഡിൽ ആൻസർ കണ്ടുപിടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. Next one, the electrical conductivity of semiconductor increases when electromagnetic radiation of wavelength shorter than 2480 nanometer is incident on it. The band gap for semiconductor is. See here, again same pattern ഉള്ള ഒരു question ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബാൻഡ് ഗ്യാപ്പ് കണ്ടുപിടിക്കണം. അപ്പൊ HCയുടെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു, വാല്യൂ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ലാംഡ ഇവിടെ നാനോമീറ്ററിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. സോ ഡിവൈഡ് ചെയ്യുക. ഈ ഫിഗേഴ്സ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് 1/2 വരുന്നത്. സോ 0.5 ആണ്. 0.5 ഇലക്ട്രോൺ വോൾട്ട് ഈസ് കറക്റ്റ് ആൻസർ. പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ടഫ് ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത്, ഇഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് ആന്റിമണി ഈസ് ആഡഡ് ടു ജെർമേനിയം ക്രിസ്റ്റൽ. അപ്പൊ നമുക്കറിയാം, നമ്മൾ സെമി കണ്ടക്ടറിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്യുവർ ഫോമിൽ നമ്മൾ ഡോപ്പിംഗ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് കിട്ടുന്നത് അല്ലെ. അതാണ് നമ്മൾ N ടൈപ്പ് ആയിട്ടും P ടൈപ്പ് ആയിട്ടും പഠിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഈ ജെർമേനിയം ക്രിസ്റ്റലില് ആന്റിമണി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അത് 15th ഗ്രൂപ്പ് എലമെന്റ് ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ ജെർമേനിയത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാ കിട്ടുന്നത്? N ടൈപ്പ് ആയിരിക്കോ P ടൈപ്പ് ആയിരിക്കോ? N ടൈപ്പ് ആയിരിക്കും കിട്ടുക. കാരണം ആന്റിമണി എന്ന് പറയുന്ന 15th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പൊ ജെർമേനിയം N ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ടായിരിക്കും മാറുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് പക്ഷെ ഡയറക്റ്റ് ആയിട്ടല്ല തന്നിരിക്കുന്നത്. ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ്, ഇറ്റ് ബിക്കംസ് P ടൈപ്പ് സെമി കണ്ടക്ടർ, ദർ വിൽ ബി മോർ ഫ്രീ ഇലക്ട്രോൺസ് ദാൻ ഹോൾസ് അല്ലെ. N ടൈപ്പിന്റെ പ്രത്യേകത എന്താണ്? അതില് ഫ്രീ ഹോൾസിനേക്കാൾ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും. സോ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് വരാം. നമുക്കറിയാം N ടൈപ്പ് ആണ് കിട്ടുക നമുക്കറിയാം, പക്ഷെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ദർ വിൽ ബി മോർ ഫ്രീ ഇലക്ട്രോൺസ് ദാൻ ഹോൾസ് ആണ്. അത് N ടൈപ്പിന്റെ ഒരു characteristics ആണ്. So correct answer is option C. Next question, the dominant mechanism for motion of charge carriers in forward and reverse biased silicon PN junction ആണ്. ഒരു dominant mechanism of motion ഫോർവേഡിലും റിവേഴ്സിലും എങ്ങനെയാണെന്ന് നമുക്ക് എന്തായാലും ഓപ്ഷൻ വായിക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഡ്രിഫ്റ്റ് ഇൻ ഫോർവേഡ് ബയസ്, ഡിഫ്യൂഷൻ ഇൻ റിവേഴ്സ് ബയസ്, ഡിഫ്യൂഷൻ ഇൻ ഫോർവേഡ് ബയസ്, ഡ്രിഫ്റ്റ് ഇൻ റിവേഴ്സ് ബയസ്, ഡിഫ്യൂഷൻ ഇൻ ബോത്ത് റിവേഴ്സ് ആൻഡ് ഫോർവേഡ് ബയസ്, ഡ്രിഫ്റ്റ് ഇൻ ബോത്ത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയസ്. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലാവുന്ന സമയത്ത് PN ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലാവുന്ന സമയത്ത് അവിടെ ഡിഫ്യൂഷൻ, മെജോറിറ്റി കാരിയേഴ്സിന്റെ ഡിഫ്യൂഷൻ ആണ് നടക്കുക. ഓക്കെ, ഇനി റിവേഴ്സ് ബയസ്ഡ് ആയിട്ടുള്ള സമയത്ത് മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഡ്രിഫ്റ്റിംഗ് ആണ് അക്രോസ് ദ ജംഗ്ഷൻ ഉണ്ടാവുക. അപ്പൊ എന്താ പറഞ്ഞത്? ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ മെജോറിറ്റി കാരിയേഴ്സിന്റെ ഡിഫ്യൂഷനും റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഡ്രിഫ്റ്റും. അപ്പൊ ഓപ്ഷനിൽ നമ്മൾ ഏതാ ചൂസ് ചെയ്യേണ്ടത്? സെക്കൻഡ് വൺ, ഡിഫ്യൂഷൻ ഇൻ ഫോർവേഡ് ബയസ് ആൻഡ് ഡ്രിഫ്റ്റ് ഇൻ റിവേഴ്സ് ബയസ്. നെക്സ്റ്റ് വൺ, റീജിയൻ വിത്തൗട്ട് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇൻ എ PN ജംഗ്ഷൻ. PN ജംഗ്ഷനിൽ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ഒന്നും ഇല്ലാത്ത റീജിയനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? ദാറ്റ് ഈസ് ദ ഡിപ്ലീഷൻ റീജിയൻ. PN ജംഗ്ഷൻ ഡയോഡിന്റെ ഫിഗർ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ, ആ ഒരു സെൻട്രൽ ജംഗ്ഷനിൽ നമ്മൾ വരുന്ന അവിടെയാണ് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ഇല്ലാതിരിക്കുന്നത്. ആ റീജിയന് പറയുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. Next one, which of the following statement is incorrect for the depletion region? Depletion region incorrect ആയിട്ടുള്ളത്. There the mobile charge exists, equal number of holes and electrons exist, making the region neutral. Recombination of holes and electrons has taken place. Which of the statement is incorrect എന്നാ ചോദിക്കുന്നത്? There the mobile charge exists. അവിടെ mobile charge ഉണ്ടാവുന്ന പറഞ്ഞത് അത് തെറ്റാണ്, അത് ഓൾറെഡി തെറ്റാണ്. Equal number of electrons and holes exist, making the region neutral. Okay. Recombination of holes and electrons takes place, none of these. അങ്ങനെയാണ് ഓപ്ഷൻ. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. എനിവേ മൊബൈൽ ആയിട്ടുള്ള ചാർജസ് അവിടെ ഉണ്ടാവില്ല. സോ ഓപ്ഷൻ എ ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പൊട്ടൻഷ്യൽ ബാരിയർ ഡെവലപ്ഡ് ഇൻ എ ജംഗ്ഷൻ ഡയോഡ് ഓപ്പോസസ് എ ഫ്ലോ ഓഫ്. ഈ ജംഗ്ഷനിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ ബാരിയർ എന്തിനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്? മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ ബോത്ത് റീജിയൻ, മെജോറിറ്റി കാരിയേഴ്സ്, ഇലക്ട്രോൺസ് ഇൻ P റീജിയൻ, ഹോൾസ് ഇൻ P റീജിയൻ. ആക്ച്വലി മെജോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോ ആണ് അത് ഒപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി കറക്റ്റ് ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് വൺ, ഇൻ എ ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട് ഓപ്പറേറ്റിംഗ് ഫ്രം 50 Hz മെയിൻ ഫ്രീക്വൻസി, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി റിപ്പിളിൽ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഹാഫ് വേവ് റെക്ടിഫയറിൽ എങ്ങനെയാണ്, നമുക്ക്
ഒരു ഹാഫിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റിപ്പിൾ ഓഫ് ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് എ സിയുടെ സെയിം ആയിട്ടായിരിക്കും വരിക. വിച്ച് മീൻസ് നമുക്ക് 50 ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ ആ 50 ഹെർട്സ് തന്നെയായിരിക്കും നമുക്ക് ഇവിടെ ഇതിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ആയിട്ടും പറയാം. അപ്പോ the fundamental frequency in the ripple will be the same as that of the input, that is 50 hertz. Okay, option B is the correct answer. Next one, what happens during regulation action of Zener diode? Zener diode ന്റെ regulation action സമയത്ത് എന്താ സംഭവിക്കുന്നത്? The current through the series resistance changes. The resistance offered by the Zener diode changes. The Zener resistance is constant, both A and B. അപ്പോൾ Zener diode റെഗുലേഷന്റെ സമയത്ത് സീരീസ് റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ട് ചേഞ്ച് ചെയ്യും. എന്നിട്ട് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ Zener അതും ചേഞ്ച് ചെയ്യും. അപ്പോ നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കറണ്ട് ത്രൂ ദ സീരീസ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. പക്ഷെ ഇവിടെ എന്താണ് ആ Zener ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് കറണ്ട് ത്രൂ ദ റെസിസ്റ്റൻസ് ചേഞ്ചസ്, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ Zener diode ചേഞ്ചസ്, Zener റെസിസ്റ്റൻസ് ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇതിൽ നമുക്ക് ഓപ്ഷൻ എയും ബിയും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. Next one, Boolean algebra is essentially based on number, truth, logic and symbol. It is logic. Okay. Next one, the symbolic representation of 4 logic gates are given here. The logic symbol for OR, NOT and NAND gates are respectively. അപ്പൊ അത് ഗേറ്റുകളെല്ലാം പഠിക്കുക, എങ്ങനെയാ അതിന്റെ റെപ്രസെന്റേഷൻ വരുന്നതെന്നുള്ളത് പഠിക്കണം. അപ്പൊ ഇതിലെ ഓർഡർ വരുന്നത് ആക്ച്വലി ആ ഓറും നോട്ടും നാൻഡും ഏതാണെന്നുള്ളതാണ്. അപ്പൊ ഓർ ഗേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഫോർത്ത് വൺ, നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ, നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ. അപ്പോ 4, 2, 1 എന്നുള്ളതാണ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ബൂളിയൻ ആൽജിബ്ര ഇഫ് എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 0 then the value of a plus b കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? a ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 0 ആണെങ്കിൽ a plus b കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 plus 0 കോംപ്ലിമെന്റ്, അതായത് 1 plus 1 1 എന്ന് വരും അല്ലെ. പക്ഷെ ഇവിടെ ഓപ്ഷൻസ് നോക്കൂ, എ ഡോട്ട് ബി, എ പ്ലസ് ബി, ബോത്ത് എ ആൻഡ് സി എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾ ഇതിലെ എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്യണം. അപ്പൊ 1 വന്ന അവസ്ഥയ്ക്ക് നമുക്ക് എന്ന ആൻസർ എഴുതാം. പക്ഷെ നോക്കൂ, ഓപ്ഷൻ ഡിയിലെ ബോത്ത് എ ആൻഡ് സി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സിയും കൂടെ കറക്റ്റ് ആവുമോ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കൂ, എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? സി എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ 1 plus 0 എന്ന് പറയുന്നത് 1 തന്നെ വരുന്നുണ്ട് അല്ലെ. അപ്പോ നമുക്ക് ഒരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് എയും കറക്റ്റ് ആണ്, എ പ്ലസ് ബിയും കറക്റ്റ് ആണ്. വിച്ച് മീൻസ് ബോത്ത് എ ആൻഡ് സി ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് വരിക. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് എല്ലാം നോക്കിയതിന് ശേഷം വേണം ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സർക്യൂട്ട് ഗിവൺ ഇൻ ദ ഫിഗർ ഈസ് ഈക്വാലന്റ് ടു. ഇപ്പൊ നോക്കൂ, ഈ സർക്യൂട്ടില് നമുക്ക് ഇവിടെ എ ബി എന്ന് തന്നിട്ടുണ്ട്, 2 നോട്ട് ഗേറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? എ കോംപ്ലിമെന്റ് അല്ലെ. എ എന്നുള്ളത് നോട്ട് ഗേറ്റിൽ കൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് എ കോംപ്ലിമെന്റ് വരും. അതേപോലെ തന്നെ ബി എന്നുള്ളത് നമ്മൾ നോട്ട് ഗേറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബി കോംപ്ലിമെന്റ് വരും. ഈ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കൂടെയാണ് നമ്മൾ ഏതിലേക്ക് കൊടുക്കുന്നത്? ഒരു നോർ ഗേറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോ എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് അല്ലെ. എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ആണ് ഇവിടെ ഔട്ട്പുട്ടിൽ വരിക. ഇപ്പൊ ഡിമോർഗൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെന്റ് എന്നുള്ളത് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ആണ്. ദാറ്റ് ഈസ് എ ഡബിൾ കോംപ്ലിമെന്റ് ഡോട്ട് ബി ഡബിൾ കോംപ്ലിമെന്റ് എന്ന് വരും. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ബി, ദാറ്റ് ഈസ് ആൻഡ് ഗേറ്റിന് ഈക്വലന്റ് ആയിരിക്കും. വളരെ സിമ്പിൾ ആണ്, ഇത് നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, the transfer characteristics of a base biased transistor has an operation region, namely cutoff, active region and saturation region. For using the transistor as an amplifier, it has to operate in. Transistor ന് നമുക്കറിയാം operating regions എന്ന് പറയുന്നത് കട്ട് ഓഫ് റീജിയൻ ഉണ്ട്, ആക്റ്റീവ് റീജിയൻ ഉണ്ട്, സാച്ചുറേഷൻ റീജിയൻ ഉണ്ട്. അപ്പൊ ഇതില് ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് റീജിയനിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ ട്രാൻസിസ്റ്റർ നമ്മള് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആക്റ്റീവ് റീജിയൻ ആയിരിക്കാം. ഓക്കെ, അതേസമയം നമുക്കിപ്പോ ഒരു സ്വിച്ച് ആയിട്ടൊക്കെ ഉപയോഗിക്കണമെന്ന് വിചാരിക്കാം, അപ്പോ ആക്റ്റീവ് റീജിയൻ അല്ല വരുന്നത്. അപ്പൊ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ ആണ് പർപ്പസ് എന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ഷുഡ് ബി ഇൻ ആക്റ്റീവ് റീജിയൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ എമിറ്റർ ഓഫ് ട്രാൻസിസ്റ്റർ ഈസ് ഡോട്ട് ദ ഹെവിയസ്റ്റ്. ട്രാൻസിസ്റ്ററിൽ നമുക്കറിയാം എമിറ്റർ, ബേസ്, കളക്ടർ, ഇതിന്റെ എല്ലാത്തിന്റെയും ഡോപ്പിംഗ് ഒരേപോലെ അല്ല. എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണ്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറ്റർ ആണ് ഈ ചാർജുകളെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എമിറ്റർ റീജിയൻ എന്തായിരിക്കണം? അത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും.
Okay, access is supplier of charge carriers ആണ് correct answer. Next one, the heavily and lightly doped regions of a bipolar junction transistors respectively. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. emitter heavily doped, base ആണ് lightly doped, collector region moderately doped ആണ്. Okay, അപ്പൊ ഇവിടെ നമുക്ക് heavily and lightly doped regions are respectively. അപ്പൊ നമുക്ക് ഏതാ വരിക? emitter and base. Option C is the correct answer. Next one, in a common emitter amplifier circuit using an NPN transistor, the phase difference between input and output. NPN transistor la nammala common emitter amplifier ന്റെ കേസിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള phase difference എന്ന് പറയുന്നത് 180 degree ആയിരിക്കും വരിക. Option D. Next one, an oscillator is nothing but an amplifier with. ഒരു oscillator എന്ന് പറയുന്നത് it is an amplifier with positive feedback. Positive feedback ആണ് വരുന്നത്. Option B. Next one, the current amplification factor alpha of common base transistor and the current amplification factor beta of common emitter transistor. അത് തമ്മിലുള്ള relation ആട്ടോ ചോദിക്കുന്നത്. അത് വളരെ important ആണ്. Alpha and beta. Beta is equal to alpha by 1 minus alpha ആണ്. അല്ലെങ്കിൽ alpha is equal to beta by 1 plus beta ആണ്. 1 by alpha is equal to 1 by beta plus 1. അപ്പൊ ഇതിൽ അല്ലാത്ത relation ഏതാന്ന് നോക്കാം. അപ്പൊ first alpha is equal to beta by 1 plus beta correct. Beta is equal to alpha by 1 minus alpha correct. 1 by alpha minus 1 by beta is equal to 1. അതും correct ആണ്. Beta is equal to alpha by 1 plus alpha എന്നുള്ളതാണ് wrong ആയിട്ടുള്ളത്. So option D is the correct answer. Next one, the current gain for a common emitter amplifier is 69. If the emitter current is 7 milliampere, base current എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കൂ, നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. emitter common emitter amplifier current gain ആണ് തന്നിരിക്കുന്നത്, which means നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു പാരാമീറ്റർ ബീറ്റ ആണ് 69. ഇനി emitter current, that is IE തന്നിട്ടുണ്ട് 7 milliampere, IB ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ബീറ്റ is equal to IC by IB എന്ന് പറയുന്ന നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമുക്ക് IE is equal to IC എന്ന് എടുക്കാം. സോ IC യുടെ വാല്യൂ 7 milliampere ആയിട്ട് എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ IB is equal to IC by ബീറ്റ എന്ന് കൊടുക്കാം. സോ 7 into 10 raised to minus 3 milliampere-ലായതുകൊണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു, ഡിവൈഡ് ബൈ 69. സോ 0.1 milliampere is the correct answer. ഓക്കെ, അപ്പൊ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.